നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗാന്ധിജിയുടെ കർമ്മപരിപാടികളിൽ പ്രധാനപ്പെട്ട മദ്യനിരോധനവും മതേതരത്വവും ഇന്ന് വെല്ലുവിളികൾ നേരിടുകയാണെന്ന് കെ മുരളീധരൻ എം പി. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാക്കൂലിയിലെ അന്യായ വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്ത് പ്രക്ഷോഭത്തിലേക്ക്. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച കെമിസ്റ്റ് കാർണിവൽ സമാപിച്ചു. പുല്ലും പായലും വ്യാപിച്ച് ശോച്യാവസ്ഥയിലായ അരക്കിണർ മുണ്ടക്കൻ പാടത്തെ വാട്ടർ ഷെഡ് നവീകരിച്ച് നീന്തൽക്കുളമാക്കുന്നു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ഗാന്ധിജിയുടെ കർമ്മപരിപാടികളിൽ പ്രധാനപ്പെട്ട മദ്യനിരോധനവും മതേതരത്വവും ഇന്ന് വെല്ലുവിളികൾ നേരിടുകയാണെന്ന് കെ മുരളീധരൻ എം പി. ജനവാസ മേഖലയിൽ സ്ഥാപിച്ച നരിക്കുനിയിലെ മദ്യഷോപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരിക്കുനിയിൽ ജനവാസ മേഖലയിൽ സ്ഥാപിച്ച മദ്യഷോപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ കേരള മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. മദ്യവർജനം പ്രസംഗിക്കുകയും മദ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ദ്വിമുഖ നയം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കെ മുരളീധരൻ എം പി പറഞ്ഞു. കേരളത്തിലെ വ്യവസായത്തിൽ കേരളം വളരെ പുറകിലാന്ന് പറഞ്ഞു. പക്ഷെ മദ്യ വ്യവസായത്തിൽ കേരളം മുൻപന്തിയിൽ തന്നെ. കേരളത്തിന്റെ വരുമാനം ഇപ്പൊ ആകെ മദ്യത്തിൽ നിന്നാണ്. മദ്യത്തിൽ നിന്ന് സുലഭമായിട്ട് വരുമാനമുണ്ട്. അതിന് അംഗീകാരം കൊടുക്കുന്നവർക്കും കിട്ടും അതിന്റെ ഷെയർ. ഇഷ്ടം പോലെ ഫാക്ടറി ആയിട്ട് ഇന്ന് മദ്യ വിൽപ്പന കേരളത്തിൽ വ്യാപകമായി. അതിന്റെ ദുരന്തമാണ് മൃഗങ്ങൾ പോലും ഞെട്ടുന്ന രീതിയിലുള്ള ഹിംസകളും കൊലപാതകങ്ങളും അക്രമങ്ങളും ഈ സമൂഹത്തിൽ നടക്കുന്നത്. ആ മദ്യവർജനമാണ് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ രണ്ട് മുദ്രാവാക്യങ്ങൾ. ഒന്ന് മദ്യവർജനം, രണ്ട് മതേതരത്വം. ഇന്ന് ആ രണ്ടിനും ഭീഷണി നേരിടുന്നൊരു കാലത്ത് തീർച്ചയായിട്ടും മദ്യനിരോധന സമിതി ശക്തമായി ജനങ്ങളുടെ വികാരം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൌൺസിലർ ഡോക്ടർ അൽഫോൺസ മാത്യു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വി പി ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ടി എം രവീന്ദ്രൻ, സിസ്റ്റർ മൗറില്യ, ചൈത്രം രാജീവൻ, ടി കെ എ അസീസ്, ഒ ജെ ചിന്നമ്മ, പി എം ഹാരിസ് എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാക്കൂലിയിലെ അന്യായ വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്ത് പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 1-ന് എയർപോർട്ടിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കൊച്ചിയിലെയും കണ്ണൂരിലെയും ഫെയറിനെ അപേക്ഷിച്ച് അതിന്റെ ഇരട്ടി ഫെയറാണ് കരിപ്പൂരിൽ നിന്ന് ഈടാക്കാൻ വേണ്ടി എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബജറ്റ് എയർവേസ് ആണ് കരിപ്പൂരിൽ നിന്ന് ഹാജിമാരെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 75,000 രൂപയോളം അധികമാണ് ഈ തവണ. കൃത്യമായി പറഞ്ഞാൽ 75,557 രൂപ അധികമായി ഈടാക്കിക്കൊണ്ടാണ് ഹാജിമാരെ കരിപ്പൂരിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഇത് കടുത്ത അനീതിയാണ്. ടെൻഡർ വിളിച്ച സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ടെൻഡർ കൊടുത്തത്. സ്വാഭാവികമായും അതിന്റെ പിന്നിൽ പലതും നടന്നിട്ടുണ്ടാകാം. മൊത്തം സംസ്ഥാനത്ത് 24,794 ആപ്ലിക്കേഷൻ ഉള്ളതിൽ അതിന്റെ 60% ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് കരിപ്പൂർ എയർപോർട്ടാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച കെമിസ്റ്റ് കാർണിവൽ സമാപിച്ചു. ഗോൾഡൻ ജൂബിലി സമാപന പരിപാടിയിൽ ജൂബിലി സോവനിയർ പ്രകാശനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷന്റെ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനം കോഴിക്കോട് അളകാപുരിയിൽ നടന്നു.
ചടങ്ങിൽ സംഘടനയുടെ ജൂബിലി സുവനീർ സൊലേസ് പ്രകാശനം ചെയ്തു. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ആദ്യ പ്രതി മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രന് കൈമാറി പ്രകാശനം നിർവഹിച്ചു. എല്ലാ ആശംസകളും ഞാൻ നേരെയാണ്. നന്നായി ഞാൻ ഒരു സാധനം ഇറക്കിയതിൽ പ്രത്യേകിച്ച് സാഹിത്യയുടെ പദവി കിട്ടിയപ്പോൾ ഒരു സ്മരണീയ ഒരു സുവനീർ അവിടെ നമുക്കൊക്കെ പറയാനുള്ളതും നമ്മുടെ സർഗാത്മകതയൊക്കെ പ്രകടിപ്പിക്കാനുള്ളതുമായ ഒരു സ്മരണീയ ഇറക്കിയതിന് ഞാൻ കെമിസ്റ്റ് ആൻഡ് ഡ്രഗ് അസോസിയേഷനെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ എനിക്ക് സമയം തന്നതിന് ബഹുമാനപ്പെട്ട അധ്യക്ഷനെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വിളികൾ വരുന്നുണ്ട്. ചടങ്ങിൽ AKCDA സംസ്ഥാന പ്രസിഡന്റ് AN മോഹൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ദാമോദരൻ, ജില്ലാ പ്രസിഡന്റ് TP കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി C ശിവരാമൻ, ജില്ലാ ട്രഷറർ KP സുരേന്ദ്രനാഥ്, ജോയിന്റ് കൺവീനർ സാംസൺ M ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു. നോർത്ത് സോൺ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ ഷാജി M വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ V സുനിൽകുമാർ, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP അബ്ദുൽ ഗഫൂർ, മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് മുൻ പ്രസിഡന്റ് അനൂപ് നാരായണൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുല്ലും പായലും വ്യാപിച്ച് ശോചനീയാവസ്ഥയിലായ അരക്കിണർ മുണ്ടക്കൽ പാടത്തെ വാട്ടർ ഷെഡ് നവീകരിച്ച് നീന്തൽക്കുളമാക്കുന്നു. കോർപ്പറേഷൻ പദ്ധതിയിൽ 77 ലക്ഷം രൂപ ചെലവിട്ടാണ് നീന്തൽക്കുളം നിർമ്മിക്കുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെളി നീക്കി ആഴം കൂട്ടുന്ന വാട്ടർ ഷെഡിന്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും പുതുക്കിപ്പണിയും. കനാലിൽ നിന്നും മലിനജലം കുളത്തിലേക്ക് കയറാതിരിക്കാൻ പാർശ്വഭിത്തി നിർമ്മിക്കും. ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം നാട്ടുകാർക്ക് കുളത്തിൽ ഇറങ്ങാനായി പടികളും ഒരുക്കിയാണ് സൗകര്യങ്ങൾ സജ്ജമാക്കുന്നത്. വരൾച്ച കാലത്ത് മുണ്ടകപ്പാടത്തെ നെൽകൃഷിക്ക് ജലസേചനം ഉറപ്പാക്കുന്നതിന് കൃഷി വകുപ്പ് സഹായത്തോടെ 25 വർഷം മുൻപ് നിർമ്മിച്ചതാണ് വാട്ടർ ഷെഡ്. മുണ്ടകൻ കനാൽ അരികിലെ 10 സെന്റ് പ്രയോജനപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. മഴക്കാലത്ത് കനാലിൽ ഒഴുകിയെത്തുന്ന വെള്ളം ശേഖരിച്ച് വേനലിൽ കൃഷിക്ക് ഉപയോഗിക്കുകയായിരുന്നു ലക്ഷ്യം. ഏറെക്കാലം മുണ്ടകമ്പാടത്തെ നെൽകൃഷിക്ക് വാട്ടർ ഷെഡ് പ്രയോജനകരമായെങ്കിലും കാലക്രമേണ കൃഷി അന്യം നിന്നു. വയലുകൾ നികത്തപ്പെട്ടു. കൃഷി നിലച്ചതോടെ വാട്ടർ ഷെഡും പ്രയോജനമില്ലാതായി. അഴുക്കുവെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളർത്തു കേന്ദ്രമായ വാട്ടർ ഷെഡ് ജനത്തിന് ദുരിതം പകർന്നതോടെയാണ് കോർപ്പറേഷൻ നീന്തൽക്കുളം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനവും രജിസ്ട്രേഷൻ ക്യാമ്പും ഫെബ്രുവരി 3-ന് കോഴിക്കോട് നളന്തയിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ സർക്കാർ ജോലിയിലൊരു വേണമെന്ന് പറയുന്നൊരു അവസ്ഥ വരുമ്പോൾ സാധാരണക്കാർക്ക് നമ്മൾ കണ്ണൂർ ജില്ലയിൽ 2 ഗ്രാമത്തിൽ 100-ലധികം പേരാണ് രജിസ്ട്രേഷൻ ചെയ്യുക. അതും വെൽഡിങ്, പ്ലംബിങ്, വയറിങ് ഇതെല്ലാമായിട്ട് ആൾക്കാരാണ് ഏകദേശം 30, 35, 38 വയസ്സായിട്ട് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ചില മാതാപിതാക്കന്മാർ കരഞ്ഞ് അയച്ച് വിഷമം മാതാപിതാക്കന്മാർ ഇപ്പം കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ മുമ്പേ പെൺകുട്ടികളെ കല്യാണം ചെയ്യാൻ മാതാപിതാക്കന്മാർക്ക് ഉണ്ടായിരുന്ന വിഷമം നേരെ ഓപ്പോസിറ്റ് ആണുമക്കളെ കല്യാണം ചെയ്യാൻ അച്ഛനന്മാർ ടെൻഷൻ അടിക്കുകയാണ്. ഈ ടെൻഷൻ വലിയൊരു വിഷമാവസ്ഥയാണ്. കാരണം ആ വിഷമാവസ്ഥയൊക്കെ ഞാൻ ചെയ്യും. നമ്മുടെ തൊഴിൽ ചെയ്യണമെങ്കിൽ പോലും ഈ മേഖലയിൽ വ്യാപകമായി തട്ടിപ്പ് നടക്കുകയാണ്. ഇപ്പൊ Instagramലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ മാട്രിമോണി പരസ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുടുംബങ്ങളിൽ ആ 2 കുടുംബക്കാരെ കൂട്ടിമുട്ടിച്ചുകൊണ്ട് കല്യാണ ചടങ്ങ് നടത്തുമ്പോൾ അതിൽ ആദ്യമായിട്ട് സ്റ്റെപ്പില് ബ്രോക്കർമാർ സംബന്ധിച്ചോളം കമ്മീഷൻ കിട്ടുന്നത്. സാധാരണ സ്ത്രീധനം നിരോധിച്ചു, കമ്മീഷൻ ചോദിച്ച് വാങ്ങുന്നില്ല, അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. എന്നാലും തൊഴിൽ എന്നാൽ സർക്കാർ തൊഴിലാളി അംഗീകരിക്കുകയും അതും ക്ഷേമത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തെങ്കിൽ പോലും ഈ മേഖലയിൽ കൊറോണ ശേഷം ഒരുപാട് മേഖല ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാസ്വേഡ് ഏകദിന വ്യക്തി വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് കാലിക്കറ്റ് ഗേൾസ് സ്കൂളിൽ നടന്നു. ഹുസൂർ ശിരസ്താർ ബാബു ചാണ്ടോളി ഉദ്ഘാടനം ചെയ്തു.
വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ സംസാരിച്ചു. കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പാസ്വേഡ് ഏകദിന വ്യക്തിവികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. ഹുസൂർ ശിരസ്തരായ ബാബു ചാണ്ടുളി ഉദ്ഘാടനം ചെയ്തു. കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഒരു പാസ്വേഡ് ആവശ്യമാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു 10-15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് പാസ്വേഡ് മനസ്സിലാവില്ല. അപ്പോൾ കാലം പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സാധാരണ മറ്റു രാജ്യങ്ങളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് പൗരന്മാര് ശാസ്ത്രാഭിരുചി ഉള്ളവരായിരിക്കാം ഉള്ള കാര്യങ്ങൾ കൂടി വേണം. അതായത് സയന്റിഫിക് ടെമ്പറമെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പൗരന്മാർക്ക് വേണം എന്ന് ഭരണഘടനാ ശില്പികൾ ആഗ്രഹിച്ചു. പ്രിൻസിപ്പൽ എം അബ്ദു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PP അബ്ദുറസാഖ് പ്രോജക്ട് അവതരണം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് MK സൈനബ, വിജയോത്സവം കൺവീനർ ഫെമി K, PTA പ്രസിഡന്റ് നിസാർ KM തുടങ്ങിയവർ സംസാരിച്ചു. കരിയർ ഗൈഡൻസ് ആൻഡ് ഗോൾ സെറ്റിംഗ് എന്ന വിഷയത്തിൽ ജമാലുദ്ദീൻ മാളിക്കടവും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ടൈം മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ താലീസ് M എന്നിവരും 2 സെഷനുകളിലായി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ട്രാൻസ്വുമൻ റിയ ഇഷയുടെ നേതൃത്വത്തിൽ ക്യാമ്പസ് കിങ് ആൻഡ് ക്വീൻ ഫാഷൻ ഷോ മത്സരം ഫെബ്രുവരി 2 കോഴിക്കോട് ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ നടക്കും. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. സെലിബ്രിറ്റികളായ നമിത പ്രമോദ്, അനിഖ സുരേന്ദ്രൻ, രഞ്ജു രഞ്ജിമാർ എന്നിവരും പങ്കെടുക്കും. കാലിക്കറ്റ് ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ വെച്ച് നടത്തുന്ന നമിത പ്രമോദ്, അനിഖ സുരേന്ദ്രൻ, ഒട്ടുമിക്ക സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളും പങ്കെടുക്കുന്ന വലിയൊരു ഷോയാണ്. അതിൽ പെജന്റ് ഷോയും അതിനോടൊപ്പം എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളാണ് സംഘടിപ്പിക്കുന്നത്. കുട്ടികളിൽ നിന്ന് നമ്മൾ ഒരു മേക്കപ്പിനോ കോസ്റ്റ്യൂമിനൊന്നും പൈസയൊന്നും വാങ്ങുന്നില്ല. അവർക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ക്യാമ്പസുകളിൽ നിന്നും മോഡലിംഗ് താല്പര്യമുള്ള കുട്ടികളെ തെരഞ്ഞെടുത്ത് ക്യാമ്പസ് കിങ് ആൻഡ് ക്യൂൻ ഫാഷൻ ഷോ മത്സരം സംഘടിപ്പിക്കുന്നു. പ്രശസ്ത ട്രാൻസ് വുമണും മോഡലും അഭിനേതാവുമായ റിയ ഇഷയുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഓരോ ജില്ലയിൽ നിന്നും ഓഡീഷനിലൂടെ ഫൈനൽ ലിസ്റ്റിലെത്തുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മെയ് മാസത്തിൽ മെഗാ ഷോ നടത്തും. വിജയികളാകുന്ന വിദ്യാർത്ഥികൾക്ക് 2 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും പ്രമുഖ കമ്പനിയുടെ പരസ്യത്തിലേക്കുള്ള അവസരവും മിസ് ഇന്ത്യ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസും നൽകുമെന്ന് റിയ ഇഷ പറഞ്ഞു. ഓരോ ഡിസ്ട്രിക്റ്റിലും സെലക്ഷൻ നടത്തിയിട്ട് സെലക്ഷൻ കിട്ടുന്ന കുട്ടികളെ വെച്ചിട്ട് മെഗാ ഷോ ചെയ്യും. മെഗാ ഷോയിൽ വിന്നർ ആവുന്ന കുട്ടികൾക്ക് 2 lakh ക്യാഷ് പ്രൈസ്, ഒരു കമ്പനിയുടെ ആഡ്, അതുപോലെ തന്നെ മിസ് ഇന്ത്യയിലോ മിസ് കേരളയിലോ നമ്മൾ കൊണ്ടുപോയി സെലക്ഷൻ കിട്ടിയാൽ അതിന്റെ രജിസ്ട്രേഷൻ ഫീസും നമ്മൾ കൊടുക്കും. ഇതിന്റെ ആദ്യഘട്ടമായി കോഴിക്കോട് നഗരപരിധിയിലെ കോളേജുകളിൽ നിന്നുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ച് കോഴിക്കോട് ബീച്ചിൽ ഫാഷൻ ഷോ നടത്തുമെന്നും റിയ ഇഷ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക് ഓണേഴ്സ് അസോസിയേഷൻ പ്രഥമ ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 3 ഹോട്ടൽ സീഷലിൽ നടക്കും. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ സ്വകാര്യ ഹോസ്പിറ്റലുകളുടെ എന്നുവെച്ചാൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 100 ബെഡിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളും ഒബ്സർവേഷൻ, കാഷ്വാലിറ്റി, ലബോറട്ടറി എന്നീ സംവിധാനങ്ങളുള്ള ക്ലിനിക്കുകളുടെയും സംഘടനയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക് ഓണേഴ്സ് അസോസിയേഷൻ. ഇത് ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്
കേരളത്തിലെ ക്ലിനിക്കുകളുടെയും ഹോസ്പിറ്റലുകളുടെയും സൗഹൃദവും അതുപോലെ തന്നെ അതിന്റെ സഹകരണവും മെച്ചപ്പെടുത്തുക, ആതുര ശുശ്രൂഷ മേഖലകൾ നേരിടുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുക. കേരളത്തിലെ 100 ബെഡിൽ താഴെയുള്ള സ്വകാര്യ ഹോസ്പിറ്റലുകളുടെയും ഒബ്സർവേഷൻ, കാഷ്വാലിറ്റി, ലാബ്, ഫാർമസി സൗകര്യമുള്ള ക്ലിനിക്കുകളുടെയും സംസ്ഥാനതല സംഘടനയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക് ഓണേഴ്സ് അസോസിയേഷൻ. ജനങ്ങളുടെ സംരക്ഷണത്തിൽ അത്താണിയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളും ക്ലിനിക്കുകളും അടച്ചുപൂട്ടൽ ഭീഷണിയുടെ നിഴലിലാണെന്നും കുത്തക കോർപ്പറേറ്റ് ശക്തികൾ ആരോഗ്യമേഖലയിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ആദ്യത്തെ ജില്ലാ കൺവെൻഷൻ കോഴിക്കോട്ട് നടക്കുന്നത്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ IMA ജില്ലാ ചെയർമാൻ ഡോക്ടർ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് സംഘടനയുടെ ജില്ലാ ഭാരവാഹികളെയും തെരഞ്ഞെടുക്കുമെന്ന് ഭാരവാഹികളായ KP മുഹമ്മദ്, K അബ്ദുൾ മജീദ്, സലൂം മുഹമ്മദ് തുടങ്ങിയവർ അറിയിച്ചു. 2024 ഫെബ്രുവരി 3 ഹോട്ടൽ സ്റ്റേഷനിൽ വെച്ച് ബഹുമാനപ്പെട്ട തോട്ടത്തിൽ രവീന്ദ്രൻ MLA ആണ് പ്രഥമ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അതുപോലെ തന്നെ നടുവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. അസോസിയേഷൻ അംഗം രാജേഷ് D നായർ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. നടുവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ 15ാമത് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത അംഗം രാജേഷ് D നായർ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രസിഡന്റ് P പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. KC വിജയൻ, UM ലുക്കുമാൻ, KP രാജഗോപാൽ, ബാബു സർവോത്തമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. തറയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. കൊടിയേറ്റത്തിനും മറ്റു ചടങ്ങുകൾക്കും ബ്രഹ്മശ്രീ ചിറ്റാരി പാലക്കൊള്ള കേശവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എന്നതുപോലെ ദിവ്യമതായ ചുണ്ടും വേണ്ട വിധത്തിൽ നെയ്യിലഹോകളഭങ്ങൾ. തറയിൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം ചിറ്റാരി പലക്കൊമ്പ് കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറി. കലവറ നിറയ്ക്കൽ, ഗണപതി ഹോമം, കലങ്കരി, സർവൈശ്വര്യ പൂജ, ഭഗവതി സേവ, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം സന്ധ്യാവേല, തിറയാട്ടം അരങ്ങേറി. പറനിറയ്ക്കലും കലശമെഴുന്നള്ളത്തും 2ാം ദിവസം നടന്നു. പ്രസാദ ഊട്ടിൽ ഒട്ടേറെ ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് വിവിധ വെള്ളാട്ടുകളും തിറയാട്ടങ്ങളും നടന്നു. ദേവീ ദർശനത്തിനും അനുഗ്രഹത്തിനുമായി പ്രദേശവാസികളും മറ്റിടങ്ങളിൽ നിന്നുള്ള ഭക്തരും ക്ഷേത്രസന്നിധിയിൽ എത്തിയിരുന്നു. ഭക്തരുടെ നിറഞ്ഞ പങ്കാളിത്തത്തോടെയായിരുന്നു ഉത്സവ പരിപാടികൾ. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കോഴിക്കോട് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള ചിത്രരചനാ ക്യാമ്പ് പ്ലാനറ്റോറിയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ക്യാമ്പിൽ 35 കുട്ടികൾ പങ്കെടുത്തു. ശ്രാവണിക അമാൽഗമേഷൻ ഓഫ് ആർട്സ് കലകളുടെ പഠന ഗവേഷണ കേന്ദ്രവും റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയവും കോഴിക്കോടും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള കോഴിക്കോട് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ AK അബ്ദുൽ ഹക്കീം അധ്യക്ഷനായിരുന്നു. ബിനോജ് K, N സുരേഷ് ബാബു, അജയ് ബാബു തുടങ്ങിയവരും സംസാരിച്ചു. ചിത്രകാരന്മാരായ ഷാജി കാവിൽ, രാജീവൻ KC, ശ്രീനി MP, അതുൽ മേപ്പയൂർ, അരുൺ NS, ചിത്രകാരി ഷെരീഫ KT, അനുപമ A എന്നിവർ നേതൃത്വം നൽകി. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ നഴ്സിംഗ് മേഖലകളിൽ വിദഗ്ധയായിരുന്ന ഡോക്ടർ സെയ്ദ് സൽമയുടെ സ്മരണാർത്ഥം സെയ്ദ് സൽമ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ
നഴ്സിംഗ് മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് ബെസ്റ്റ് നഴ്സ് എഡ്യൂക്കേറ്റർക്കും മികച്ച സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനും നൽകുന്ന അവാർഡുകൾക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. രോഗീ പരിചരണം, നഴ്സിംഗ് ലീഡർഷിപ്പ്, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, സോഷ്യൽ കമ്മ്യൂണിറ്റി സർവീസ്, റിസർച്ച് ഇന്നൊവേഷൻ തുടങ്ങിയ മേഖലകളിൽ മികച്ച യോഗ്യതയും പ്രവർത്തന പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി 2024 ഫെബ്രുവരി 15 എൻട്രികൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ സയ്യിദ് സൽമ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ, ഡോർ നമ്പർ 11/1149, പയ്യടിമിത്തൽ, മേരിക്കുന്ന് PO, കോഴിക്കോട് 673012, കേരള. ഇമെയിൽ drsalmafoundation@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് 9447010558 എന്ന നമ്പറിലും ബന്ധപ്പെടാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാന്ധിജിയുടെ കർമ്മപരിപാടികളിൽ പ്രധാനപ്പെട്ട മദ്യനിരോധനവും മതേതരത്വവും ഇന്ന് വെല്ലുവിളികൾ നേരിടുകയാണെന്ന് കെ മുരളീധരൻ MP. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാക്കൂലിയിലെ അന്യായ വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്ത് പ്രക്ഷോഭത്തിലേക്ക്. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച കെമിസ്റ്റ് കാർണിവൽ സമാപിച്ചു. പുല്ലും പായലും വ്യാപിച്ച് ശോച്യാവസ്ഥയിലായ അരക്കിണർ മുണ്ടക്കൻ പാടത്തെ വാട്ടർ ഷെഡ് നവീകരിച്ച് നീന്തൽക്കുളമാക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.